നമസ്കാരം NCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂർ അമൽ കോളേജിൽ കുടുംബശ്രീ ബ്രിഡ്ജ് കോഴ്സ് മെന്റർമാർക്കായുള്ള ശില്പശാല നടത്തി. സംഘടിപ്പിച്ചത് കുടുംബശ്രീ ജില്ലാ മിഷൻ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെയും കോളേജ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ടി ഷമീർ ബാബു ഉദ്ഘാടനം ചെയ്തു. ധന്യൻ മാർ ഇവാനിയോസ് ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ച് മലങ്കര കത്തോലിക്ക സഭ നിലമ്പൂർ മേഖല. പദയാത്ര ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ പുത്തേൻ ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടന പദയാത്രയിൽ പങ്കെടുത്തത് നിരവധി പേർ. നിലമ്പൂർ മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവാധ്യാപിക അനധ്യാപക സംഗമം നടന്നു. പരിപാടി സംഘടിപ്പിച്ചത് മധുരസ്മരണ എന്ന പേരിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. എന്റെ ആരോഗ്യം എന്റെ അവകാശം വഴിക്കടവിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടവും ഫ്ലാഷ് മോബും നടത്തി. പരിപാടി നടത്തിയത് മണിമോളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ ജില്ലാ മിഷൻ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെയും നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുടുംബശ്രീ ബ്രിഡ്ജ് കോഴ്സ് മെന്റർമാർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. അമൽ കോളേജിലെ മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിന്റെ ട്രൈബൽ എക്സ്റ്റൻഷൻ പരിപാടിയുടെ ഭാഗമായാണ് ശില്പശാല നടത്തിയത്. പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ടി ഷമീർ ബാബു ഉദ്ഘാടനം ചെയ്തു. PV അബ്ദുൽ വഹാബ് MP മുഖ്യ അതിഥിയായി. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, CEO VK അബ്ദുൽ ഖാദർ, സൂപ്രണ്ട് TP അഹമ്മദ് സലീം, നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ KK മുഹമ്മദ് സാനു, അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ PK കൽപ്പന, K ജിജു, ആനിമേറ്റർ കോർഡിനേറ്റർ അനന്തു, വിവിധ ഉന്നതികളിലെ ബ്രിഡ്ജ് കോഴ്സ് മെന്റർമാർ KK ഷംന എന്നിവർ സംബന്ധിച്ചു. മുനീർ അഗ്രഹാമി, ജിഷാദ്, ഡോക്ടർ അമീർ ഹസൻ, S നിഷ എന്നിവർ വിവിധ സെക്ഷനുകളിൽ പരിശീലനം നൽകി. പട്ടികവർഗ ഉന്നതികളിൽ നിന്നും സ്കൂളിൽ പോയി വന്നു പഠിക്കുന്ന കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പിന്തുണ നൽകുന്ന സംവിധാനമാണ് ബ്രിഡ്ജ് കോഴ്സ്. നിലവിൽ ജില്ലയിൽ 25 സെന്ററുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മെന്റർമാരുടെ കാര്യശേഷി വികസനം സാധ്യമാക്കുന്നതിനും കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും മെന്റർമാരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കേൾവിയുടെയും സംസാരത്തിന്റെയും പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്ന് നിലമ്പൂർ ബഡ് സ്കൂൾ ഫോർ ദ ഹിയറിംഗ് ഇംപെയർഡിലെ വിദ്യാർത്ഥികൾ കയ്യടി നേടുന്നു. നല്ലളം ചെറുവണ്ണൂരിൽ വെസ്റ്റ് ഇന്ത്യ സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബ്രിഡ്ജ് വേ ലോജിസ്റ്റിക് പാർക്ക് ശിലാസ്ഥാപന പ്രോജക്ട് ലോഞ്ച് ചടങ്ങിലാണ് ഈ കൊച്ചുമിടുക്കന്മാർ വിസ്മയ പ്രകടനം കാഴ്ചവെച്ചത്. ചടങ്ങിനെത്തിയ മുഖ്യാതിഥികളെ തികഞ്ഞ അച്ചടക്കത്തോടെയാണ് സംഗീതാഭിവാദ്യമേകി സ്വീകരിച്ച ബാൻഡ് ടീം സദസ്സിന്റെ ഹൃദയം കീഴടക്കി. ചടങ്ങിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി മാറിയ ഈ പ്രകടനത്തെ വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവർ പ്രശംസിച്ചു. കഴിഞ്ഞ വർഷമാണ് സ്കൂളിൽ ബാൻഡ് ടീമിന്റെ പരിശീലനം ആരംഭിച്ചത്. കുട്ടികളുടെ താളബോധവും ആത്മവിശ്വാസവും സാമൂഹിക പങ്കാളിത്തവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വേറിട്ട പരിശീലനത്തിന് തുടക്കമിട്ടത്. സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ PV അബ്ദുൽ വഹാബ് MPയുടെ പിന്തുണയും ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന കരുത്താണ്. ബാൻഡ് പരിശീലകനായ ജയകുമാർ, സ്കൂളിലെ സ്പെഷ്യലിസ്റ്റ് ടീച്ചറായ ഡെയ്സി എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് കൃത്യമായ പരിശീലനം നൽകി വരുന്നത്. നിശബ്ദതയുടെ ലോകത്തു നിന്നും താളത്തിന്റെ ലോകത്തിലേക്ക് ഈ കുട്ടികൾ നടത്തിയ ചുവടുവെപ്പ് തങ്ങളുടെ പരിമിതികളെ കഠിനാധ്വാനം കൊണ്ട് കഴിവാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വലിയ പ്രചോദനമാണ്. മലങ്കര കത്തോലിക്ക സഭ നിലമ്പൂർ മേഖലയുടെ നേതൃത്വത്തിൽ ധന്യൻ മാർ ഇവാനിയോസിന്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ പുത്തേൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു.
നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളിയിൽ നിന്ന് കോടതിപ്പടി സെന്റ് ജോസഫ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലേക്ക് നടന്ന തീർത്ഥാടന പദയാത്രയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ സമ്പാദിക്കുക, ദൈവത്തിന്റെ സ്നേഹത്തെ സമ്പാദിക്കുക, ദൈവത്തോടൊപ്പമായിരിക്കുക എന്നുള്ള വലിയൊരു ദർശനം, അത് വാക്കുകളിലല്ല പ്രവൃത്തികളിലൂടെ ഈ മലയാള മണ്ണിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പുണ്യ തേജസ്സാണ്. സ്വർഗത്തിൽ നിന്ന് ഈ നിമിഷം അനുസ്മരണ പദയാത്രയിൽ പടങ്ങളേന്തി, ബൈബിളുകളേന്തി, മുദ്രാവാക്യങ്ങളേന്തി പ്രാർത്ഥനാപൂർവ്വം പോകുമ്പോൾ പ്രോട്ടോ വികാരി ഫാദർ തോമസ് ചാപ്രത്ത് അധ്യക്ഷത വഹിച്ചു. MCYM സഭാതല പ്രസിഡന്റ് ക്രിസ്റ്റി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. പദയാത്ര സെന്റ് ജോസഫ് പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് അനുസ്മരണ സമ്മേളനത്തിൽ ഫാദർ മാത്യു അറക്കൽ പ്രഭാഷണം നടത്തി. ഫാദർ കുര്യാക്കോസ് മാതാപ്പാറ, ഫാദർ ജോൺ കയത്തിങ്കൽ, ഫാദർ വർഗീസ് പ്ലാച്ചിറ, MCA മേഖലാ പ്രസിഡന്റ് ബിജു പോൾ, ഡോക്ടർ ബാബു വർഗീസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു. സ്നേഹവിരുന്ന് നടത്തി. പരിപാടികൾക്ക് സന്തോഷ് തോമസ്, ജിനു റെജി, ജിത്തു തോമസ്, അഭിലാഷ് കുന്നേൽ, ദിലു ജോസഫ്, എലിസബത്ത് ജോർജ് പുതുപറമ്പിൽ, മേഖലാ പ്രസിഡന്റ് മോളി വർഗീസ്, സന്തോഷ് തോമസ് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിന്റെ ദൈർഘ്യം കൂടുന്നു. പലതവണയായി കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരുന്നു. വൈദ്യുതി ആവശ്യകതയിൽ 500 മെഗാവാട്ടിന്റെ വർധനയാണുണ്ടായത്. മഴക്കുറവും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതും മൂലം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം മുൻകാലത്തെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം രാജ്യത്താകമാനം വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതിനാൽ പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ലഭ്യതയിലും കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഹ്രസ്വകാല കരാർ വഴി വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഈ വൈദ്യുതി ഉടൻ ലഭിക്കില്ല. മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതിനാലും വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതിനാലുമാണ് നിയന്ത്രണം വേണ്ടിവരുന്നത്. വൈദ്യുതി നിയന്ത്രണവും ഒഴിവാക്കാനാവാത്ത സാഹചര്യമാണെന്നും പ്രതിസന്ധി മറികടക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത 3500-3600 മെഗാവാട്ട് ആയിരുന്നു. എന്നാൽ ഈ വർഷം അത് 4600-4800 ആയി. ഡാമുകളിൽ 28% വെള്ളം മാത്രമാണ് ഉള്ളതെന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കടം വാങ്ങിയ വൈദ്യുതി തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആര്യാടന്റെ കാലത്തുണ്ടാക്കിയ കരാർ റദ്ദാക്കിയതും തിരിച്ചടിയായി. വൈദ്യുതി ലഭ്യതയിൽ 600-700 മെഗാവാട്ട് കുറവ് വന്നിട്ടുണ്ട്. പ്രതിസന്ധി മറികടക്കാൻ പൊതുജനങ്ങളും സഹകരിക്കണം. AC-യുടെ താപനില 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാക്കണം. അലങ്കാര വിളക്കുകൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. നിലമ്പൂർ മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ അധ്യാപക അനധ്യാപകരുടെ സംഗമം നടന്നു. മധുരസ്മരണ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൃത്യമായ ആ ഒരു സ്നേഹം ഇവിടെ വന്നവർക്കൊക്കെ, ക്യാമ്പസിൽ വന്നവർക്കൊക്കെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അത് മാനവേദൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇന്ന് പലരും വളരെ ദൂരെ നിന്ന് വന്നതാ. തിരുവനന്തപുരത്തു നിന്ന് വന്ന ടീച്ചർ ഇവിടെ ഉണ്ട്. ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ടീച്ചർക്ക് ചിലപ്പോൾ എൻ്റെ അതേ പ്രായമായിരിക്കും അല്ലേ? 45 കഴിഞ്ഞില്ലേ? ആ, എൻ്റെ ഏകദേശം അതേ പ്രായമാണ് ടീച്ചർ. അപ്പോൾ വർഗീസ് മാഷിക്ക് ഒരു സംശയമുണ്ടോ? എനിക്ക് 45 അല്ലേ? ശാന്ത എൻഡോഡ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ M അബ്ദുറഹ്മാൻ, VC ജോർജ്, TJ മാത്യു, മുസ്തഫ, ജോർജ് V അബ്രഹാം, AP രാമകൃഷ്ണൻ, C സന്തോഷ് കുമാർ, AP ഹബീബുള്ള, കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ 60ഓളം പേർ പങ്കെടുത്തു. നിലമ്പൂർ ചക്കാലക്കുത്ത് പ്രിയദർശിനി വയോമിത്രം ക്ലബിന്റെ നേതൃത്വത്തിൽ രാമായണ മാസാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് P ഗോവർദ്ധനൻ മുഖ്യപ്രഭാഷണം നടത്തി. അത് ശരിയല്ലല്ലോ. പുള്ളി പോയി നോക്കിയപ്പോൾ ഇദ്ദേഹം പോയിട്ട് ഗൂഗിളിൽ എൻ്റെ കാല് തൊട്ട് വരികയാണ്.
അപ്പോൾ ആ സ്പർശങ്ങളായിട്ട് ഊർമിള ഉണർന്നു. അയ്യോ അങ്ങനെ എന്താണ് ചെയ്യുന്നത്, എൻ്റെ കാര്യമൊക്കെ. ചേലശ്ശേരിക്കുന്ന് ഹൈടെക് അങ്കണവാടിയിൽ നടത്തിയ പരിപാടിയിൽ പ്രസിഡന്റ് ലാൽ ജോസഫ് അധ്യക്ഷത വഹിച്ചു. രാമായണത്തെ അടിസ്ഥാനമാക്കി ക്വിസ് മത്സരവും നടത്തി. കളത്തിൽ അംബിക കൈലാസി, അഡ്വക്കേറ്റ് ഗോവർദ്ധനൻ എന്നിവർ നേതൃത്വം നൽകി. വിജയികൾക്ക് വയോമിത്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KT അണിമ, നഗരസഭാ കൗൺസിലർ P പുഷ്പവല്ലി, റീജ ബീനു എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചന്ദ്രമതി മേലേടത്ത്, മാവേലിൽ മറിയാമ്മ ചെറിയാൻ, അമരക്കാട്ടിൽ യശോദ എന്നിവരുടെ ജന്മദിന ആഘോഷവും നടത്തി. ഡെയ്സി ടീച്ചർ, സുജാത കൈതക്കൽ, അങ്കണവാടി അധ്യാപിക ഇൻചാർജ് അശ്വതി വേണു, M ജയകുമാരി, ശരത് രാജ് എന്നിവർ നേതൃത്വം നൽകി. PT അനീഷ്, അംഗങ്ങളായ ശോശാമ്മ പുളിമൂട്ടിൽ, വടക്കേതിൽ കല്യാണി എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചനവും നടന്നു. വഖഫ് സത്യവാങ്മൂലം നൽകിയതിൽ റവന്യൂ വകുപ്പ് ഇടപെട്ടിട്ടില്ല എന്ന് മന്ത്രി AP അനിൽകുമാർ. റവന്യൂ വകുപ്പ് സെക്രട്ടറിക്ക് വഖഫിന്റെ കൂടി ചുമതലയുണ്ട്. അതിനാലാണ് അത്തരത്തിലൊരു സംശയം ഉയർന്നത്. റവന്യൂ വകുപ്പിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലെന്നും AP അനിൽകുമാർ പറഞ്ഞു. റവന്യൂ വകുപ്പ് അറിയാതെ മന്ത്രിയോ സെക്രട്ടറിയോ അറിയാതെ പോയാൽ നമുക്കതൊരു പരാതി പറയാനോ. ഇത് ഞങ്ങളുടെ വകുപ്പിന് കീഴിലല്ല, റവന്യൂ വകുപ്പിന് കീഴിലല്ല. ഇത് വകുപ്പ് മൈനോറിറ്റിയുടെ ന്യൂനപക്ഷ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ന്യൂനപക്ഷ വകുപ്പ് തന്നെയാണ് അതിൻ്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് റവന്യൂ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ കാര്യം, റവന്യൂ അറിയേണ്ട കാര്യമില്ല. റവന്യൂ വകുപ്പ് അത് അറിയേണ്ട ഒരു കാര്യമില്ല. റവന്യൂ വകുപ്പിനകത്തുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ അത് സെക്രട്ടറിയോ മിനിസ്റ്ററോ അറിയേണ്ടതാണെങ്കിൽ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പറയും. ഇതല്ല, ഇത് വകുപ്പിൻ്റെ കാര്യം, മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്, അവരത് കൊടുത്തു. അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. റവന്യൂ അണ്ടർ സെക്രട്ടറിയാണ് ആ ഉത്തരവിറക്കിയത്. റവന്യൂ അണ്ടർ സെക്രട്ടറി വകുപ്പുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ കൂടി ചുമതല വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ധാരണ വന്നത്. ഇത് റവന്യൂ ആണല്ലോ എന്ന ധാരണ. റവന്യൂ അല്ല. അതാണ് വഴിക്കടവ് മണിമോളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടവും ഫ്ലാഷ് മോബും നടത്തി. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന സന്ദേശവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആര്യാടൻ ഷൗക്കത്ത് MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലത്ത് വിറ്റഴിക്കപ്പെട്ടത് എന്ന സത്യം ശക്തി കൂടുന്നത് രൂപതയുടെ കീഴിൽ വലിയ ക്യാമ്പയിനായി ഏറ്റെടുത്തു എന്നത് നമുക്കൊക്കെ അഭിമാനമുള്ള കാര്യമാണ്. അതിന് മാനന്തവാടി രൂപതയെ, പ്രത്യേകിച്ച് സ്കൂൾ മാനേജ്മെന്റിനെ, സ്കൂളിനെ, അധ്യാപകരെ, PTA MTA ഭാരവാഹികളെ, സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ദൗത്യമായ ഓപ്പറേഷൻ തൂഫാനും മാനന്തവാടി എഡ്യൂക്കേഷണൽ ഏജൻസി നയിക്കുന്ന ലഹരി വിരുദ്ധ മാസാചരണ ക്യാമ്പയിനായ ബിയോണ്ട് ദ ബസിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പരിപാടി നടത്തിയത്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന സന്ദേശവുമായി വഴിക്കടവിൽ നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ കൂട്ടയോട്ടം മണിമൂളി സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ PTA പ്രസിഡന്റ് ജൂഡി തോമസ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ TJ റോബി, MDA പ്രസിഡന്റ് സോജ ജോർജ്, PK ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ മാനു കൊന്നാടൻ, K ഗോപി, ബിനു പോൾ, സജി മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ്, ബിജി സെബാസ്റ്റ്യൻ, സാജൻ മാത്യു, P അസീസ്, ജലീൽ, നിഷ അനൂപ്, ഷാഹിന, ബ്ലസിമോൾ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. എടവണ്ണയിലെ റെസ്റ്റ് ഹൗസ് അത്യാധുനിക രീതിയിൽ പുതുക്കി പണിയുന്നു. ഇതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ എടവണ്ണ റെസ്റ്റ് ഹൗസ് പരിസരം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. 40 വർഷത്തിലധികം പഴക്കമുള്ള ഇടവണ്ണയിലെ റെസ്റ്റ് ഹൗസ് ആണ് ഇനി അത്യാധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിക്കുന്നത്. നിലവിലുള്ള കെട്ടിടത്തിന് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്നാണ് പുതിയ മന്ദിരം നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചത്. ഇതിന്റെ മുന്നോടിയായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥ സംഘം റെസ്റ്റ് ഹൗസ് പരിസരത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി. സ്ഥലത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള പ്ലാൻ തയ്യാറാക്കി എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിര സമദ്, വൈസ് പ്രസിഡന്റ് സാജിദ് കളത്തിങ്ങൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. പൊതുജനങ്ങൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിലവിലുള്ള കെട്ടിടത്തിന് പകരം ഈ സ്ഥലത്തിന് അനുയോജ്യമായ രീതിയിൽ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ പുതിയൊരു റെസ്റ്റ് ഹൗസ് പ്ലാൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
സമയബന്ധിതമായി ഇതിന്റെ പ്ലാൻ തയ്യാറാക്കി നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി PK ബഷീർ പറഞ്ഞു. ഇടവണ്ണ PWD റെസ്റ്റ് ഹൗസ് 16 കൊല്ലായി. അപ്പം ഒരു പുരോഗതി ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് റെസ്റ്റ് ഹൗസ് ഒന്ന് പുതുക്കി പണിയണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പരിശീലിക്കാൻ വേണ്ടി ചീഫ് എഞ്ചിനീയർ ബിൽഡിങ്സും, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കോഴിക്കോട് ബിൽഡിങ്സും, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും മലപ്പുറം ബിൽഡിങ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വന്നതാണ്. അപ്പോൾ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ആധുനിക രീതിയിലുള്ള ഒരു റെസ്റ്റ് ഹൗസ് ആയിട്ട് മാറ്റണം. ഒരു മോഡലായിട്ട് എല്ലാ അർത്ഥത്തിനും നല്ല സൗകര്യങ്ങളുള്ള റെസ്റ്റ് ഹൗസ് ഇവിടെ പുനർനിർമ്മിക്കും. 1984 എടവണ്ണയിലെ ഈ റെസ്റ്റ് ഹൗസിന് തറക്കല്ലിടുന്നത്. തുടർന്ന് നിർമ്മാണം പൂർത്തിയാക്കി 1986 ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ ഉപമുഖ്യമന്ത്രി K. അബുഖാദർകുട്ടി നഹ, പ്രമുഖ നേതാക്കളായ P. സീതി ഹാജി, പന്തളം സുധാകരൻ MLA തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു റെസ്റ്റ് ഹൗസ് അന്ന് നാടിന് സമർപ്പിച്ചത്. 40 ആണ്ടുകൾ പിന്നിടുമ്പോൾ കാലപ്പഴക്കത്താൽ തകർച്ചയിലായ കെട്ടിടത്തിന് പകരമായി എടവണ്ണയുടെ വികസന കുതിപ്പിന് ആക്കം കൂടുന്ന പുതിയൊരു അത്യാധുനിക റെസ്റ്റ് ഹൗസ് വരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മത്സരത്തിനപ്പുറം മാനവികതയുടെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്ന വേറിട്ട മാതൃകയുമായി വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂൾ NSS പുതിയ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നതിനായി സംഘടിപ്പിച്ച വിഭവ സമാഹരണ പ്രവർത്തനമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പതിവ് സെലക്ഷൻ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാർത്ഥികളുടെ ആശയവിനിമയ ശേഷിയും സാമൂഹിക പ്രതിബദ്ധതയും വിലയിരുത്തുന്ന രീതിയിലാണ് VMC ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണ NSS വോളണ്ടിയർ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി നേരിട്ട് ആശയവിനിമയം നടത്തി അവർ സ്വമേധയാ നൽകുന്ന അരി, പയർവർഗ്ഗങ്ങൾ, മറ്റ് അവശ്യ ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയാണ് വിദ്യാർത്ഥികൾ സമാഹരിച്ചത്. ഞങ്ങളിപ്പോൾ ഇവിടെ നടത്തുന്നത് ഭക്ഷ്യക്കിറ്റിനുള്ള വിഭവ സമാഹരണമാണ്. അരി, പഞ്ചസാര, ചായപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ അടങ്ങുന്ന ഒരു വളരെ വ്യത്യസ്തമായ, വളരെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഭക്ഷ്യക്കിറ്റാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കുന്നത്. ഇത് ആവശ്യക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത ചുമതല. ശേഖരിച്ച വിഭവങ്ങൾ വിദ്യാലയത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന അർഹരായ കുടുംബങ്ങൾക്ക് NSS യൂണിറ്റ് നേതൃത്വത്തിൽ വിതരണം ചെയ്തു. വായിച്ചു പഴകിയ പുസ്തകങ്ങളാണ് ഞങ്ങൾ ഇവിടെ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടൊരു ലൈബ്രറി സെറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ 50 വീടുകളിലേക്കുള്ള കിറ്റാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അർഹതപ്പെട്ട വീടുകളിൽ ഞങ്ങൾ ആ കിറ്റ് എത്തിക്കുന്നതാണ്. സേവനമാണ് NSSന്റെ മുഖമുദ്ര എന്ന സന്ദേശം വിദ്യാർത്ഥികൾ തുടക്കം മുതൽ തന്നെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വേറിട്ട സെലക്ഷൻ മാതൃക നടപ്പിലാക്കിയതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. പ്രവർത്തനത്തിന് NSS പ്രോഗ്രാം ഓഫീസർ P. രതിശ്രീ, അധ്യാപകരായ V. ഷാനവാസ്, അജ്മൽ കോയ, K. പ്രശാന്ത്, വിനോദ്, സൗമിശ്രീ, ശാലിനി, രഞ്ജിനി, NSS വോളണ്ടിയർമാരായ അവധിക, അഫ്രോസ്, ദേവിക, ഷമ്മാസ് എന്നിവർ നേതൃത്വം നൽകി. ഇപ്പോൾ +1 സ്റ്റുഡൻസിന് ഈ സെലക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടാസ്കിൽ ഒന്നാമത് തന്നെ നമ്മൾ കുറച്ച് ബുക്കൊക്കെ ശേഖരിച്ച് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാൻ ഒരു പ്ലാനിങ്ങിലാണ്. രണ്ടാമത് നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ്, ഇപ്പോൾ നമ്മൾ അരി, ചായപ്പൊടി, ഈ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്ത് കളക്ട് ചെയ്തിട്ട് നമ്മൾ പാവപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് നമ്മൾ വിതരണം ചെയ്യാൻ പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ +1 സ്റ്റുഡൻസ് ഓലായ സോഷ്യൽ മൈൻഡ്, ഓലായ ആക്ടിവിറ്റി നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. നിലമ്പൂർ വല്ലാഞ്ചിറ ആയുർവേദ ഫാർമസിയും വീട്ടിക്കുത്ത് സാംസ്കാരിക നിലയവും ചേർന്ന് സൗജന്യ വൈദ്യപരിശോധനാ ക്യാമ്പ് നടത്തി. വല്ലാഞ്ചിറ ആശുപത്രി ചീഫ് കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ഡോക്ടർ അബ്ദുൾ റസാഖ് വല്ലാഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷഫീഖ അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്തലിങ്ങൽ മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കമ്മിറ്റി അംഗം ശബരീശൻ പൊറ്റേക്കാട് നന്ദി പറഞ്ഞു. ഡോക്ടർമാരായ AP ഹഷീർ, ഷഫീഖ അബ്ദുൽ കരീം, നീന വത്സൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. രോഗികൾക്ക് മരുന്നുകളും വിതരണം ചെയ്തു. ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് പോരൂർ കുടുംബശ്രീ മോഡൽ CDS, ICDS, GRC എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾ ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിച്ചുകൊണ്ട് പോരൂര് പെണ്ണ് പൊലിമ തെളിയിക്കുകയാണ്. ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. ഇത്ര രാവിലെ തന്നെ വീട്ടിലത്തെ എല്ലാ പണികളും മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ആവേശം കണ്ടിട്ട് വളരെയധികം സന്തോഷം.
എന്തായാലും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച CDSന് അതുപോലെ ICDS സൂപ്പർവൈസർ ടീച്ചർമാരെ ഹരിതകർമ്മസേന അംഗങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. CDS ചെയർപേഴ്സൺ PK ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വനിതകളുടെ കായിക ശേഷിയും കൂട്ടായ്മയും ഉയർത്തിക്കാട്ടുന്ന മത്സരങ്ങളാണ് ടൂർണമെന്റിൽ അരങ്ങേറിയത്. ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ടീം കിരീടം സ്വന്തമാക്കി. 4 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രാഗിണി ബെസ്റ്റ് പ്ലെയർ പുരസ്കാരത്തിന് അർഹയായി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ താരങ്ങൾക്കും മെഡലുകൾ വിതരണം ചെയ്തു. പോരൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ P. ജുൽഫീന, CDS വൈസ് പ്രസിഡന്റ് P. സുലൈക്ക, വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ, ICDS സൂപ്പർവൈസർ, CDS അംഗങ്ങൾ, അംഗനവാടി അധ്യാപകർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു. നിലമ്പൂർ കോവിലകത്തുമുറി യുണൈറ്റഡ് ക്ലബ്ബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വായനശാലയുടെ മുൻ ഭാരവാഹിയായിരുന്ന V. ബാലസുബ്രഹ്മണ്യന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ ബാലസ്മൃതി എൻഡോമെന്റ് വിതരണവും നടത്തി. എഴുത്തുകാരനും വനം വിജിലൻസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുമായ VP ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് KK ദീപ അധ്യക്ഷത വഹിച്ചു. വായനശാല വൈസ് പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് അംഗം ജയകൃഷ്ണൻ, അരുമ ജയകൃഷ്ണൻ, TP ഹരിദാസ്, ഗീത, അപർണ സുബോധ്, ശിവാനി സുബോധ്, ദേവനാരായണൻ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി പ്രമോദ് കുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി CP സുബോധ് നന്ദിയും പറഞ്ഞു. ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ VP ജയപ്രകാശ് എഴുതിയ 2 ബുക്കുകൾ വായനശാലയ്ക്ക് സമർപ്പിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വായനശാല മെമ്പർമാരുടെ മക്കൾ, വായനശാല പ്രവർത്തന പരിധിയിൽപ്പെട്ട മറ്റ് വിദ്യാർത്ഥികൾ എന്നിവരടക്കം 45ഓളം പേരെ മൊമെന്റോ നൽകി അനുമോദിച്ചു. ദിവിൻ, അഭയ്, ആകാശ്, രഘുരാജ്, ഷൺഗീത്, സിനി സുന്ദർ, പ്രവീണ കമ്മത്ത്, ലൈബ്രറിയൻ ജയന്തി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിലമ്പൂർ നടുവിലക്കളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഏകദിന രാമായണ പാരായണം നടത്തി. മേൽശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി പൂജകൾക്കും SB വേണുഗോപാൽ, പന്നിക്കോട്ട് ഗോവിന്ദൻകുട്ടി നായർ, മുളൂർ മഠത്തിൽ ഹരിദാസ്, രുക്മിണി ഗോപിനാഥ്, P. ഗോവിന്ദൻകുട്ടി എന്നിവർ പാരായണത്തിനും നേതൃത്വം നൽകി. ഔഷധക്കഞ്ഞിയും വിതരണം ചെയ്തു. ക്ഷേത്ര ഭരണസമിതി നേതൃത്വം നൽകി. മമ്പാട് കാരാച്ചാൽ പുന്നക്കലട്ടി ദേവി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന് തുടക്കമായി. ശ്യാമള ചന്ദ്രൻ, പുഷ്പ രവീന്ദ്രൻ, ഓമന തയ്യൽ, അമ്മിണി ഏനായൽ എന്നിവരാണ് 1 മാസക്കാലത്തോളം രാമായണ പാരായണം നടത്തുന്നത്. ലക്ഷ്മണ ശർമ്മയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. ഇടവേള ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ അമൽ കോളേജിൽ കുടുംബശ്രീ ബ്രിഡ്ജ് കോഴ്സ് മെന്റർമാർക്കായുള്ള ശില്പശാല നടത്തി. സംഘടിപ്പിച്ചത് കുടുംബശ്രീ ജില്ലാ മിഷൻ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെയും കോളേജ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ. പരീക്ഷാ കൺട്രോളർ ഡോക്ടർ T. ഷമീർ ബാബു ഉദ്ഘാടനം ചെയ്തു. ധന്യൻ മാർ ഇവാനിയോസ് ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ച് മലങ്കര കത്തോലിക്ക സഭ നിലമ്പൂർ മേഖല. പദയാത്ര ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ പുത്തേൻ ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടന പദയാത്രയിൽ പങ്കെടുത്തത് നിരവധി പേർ. നിലമ്പൂർ മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവാധ്യാപിക അനധ്യാപക സംഗമം നടന്നു. പരിപാടി സംഘടിപ്പിച്ചത് മധുരസ്മരണ എന്ന പേരിൽ. ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. എന്റെ ആരോഗ്യം എന്റെ അവകാശം വഴിക്കടവിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടവും ഫ്ലാഷ് മോബും നടത്തി. പരിപാടി നടത്തിയത് മണിമോളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.